ഞാൻ ഈ അറ്റംപ്റ്റ് CA ഫൈനൽ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായി. ഇവിടെ ഞാൻ ശ്രീകൃഷ്ണപുരം തിരുവാഴയോട് സ്വദേശിയാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മോളും ഹസ്ബൻഡിൻ്റെ അമ്മയും ഞാനും കൂടിയിട്ടാണ് താമസിക്കുന്നത്. ഞാനൊരു 10th കഴിഞ്ഞ സമയത്ത് സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴൊരാളാണ് പറഞ്ഞത് കൊമേഴ്സ് എടുത്താൽ മതി, എന്നിട്ട് CA ചെയ്തു, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ, എന്നാലും നല്ല കോഴ്സാണ്, സ്കോപ്പ് ഉണ്ട്, നല്ല സ്റ്റാറ്റസ് ഉണ്ട്, നല്ലൊരു കോഴ്സാണ്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും. എൻ്റെ അച്ഛന് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു, അപ്പോൾ അന്ന് അച്ഛനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാ ഒന്ന് ആലോചിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് CA. പിന്നെ CA എന്നിട്ട് പാസ്സായി. +2 കഴിഞ്ഞ ഉടനെ തന്നെ ഫൗണ്ടേഷൻ CPT പാസ്സായി. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യാൻ BCom കഴിയട്ടെ എന്നിട്ട് മതി വിചാരിച്ചിട്ട് BCom കഴിഞ്ഞിട്ടേ ചെയ്തുള്ളൂ. ടഫാണെന്ന് പറഞ്ഞു, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ അറിയണ്ടായിരുന്നു. 14-15 മണിക്കൂറൊക്കെ പണിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ് മെയിൻ. അവർ എൻ്റെ ഇഷ്ടമാ, നീ അതാണോ ഉദ്ദേശിക്കുന്നത്, എന്നാൽ അതെടുത്തോ, നിന്നെ കൊണ്ട് പറ്റും, നിനക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എന്ന് നോക്കാം, കിട്ടിയില്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒരു 2-3 അറ്റംപ്റ്റ് ചെയ്ത് കിട്ടിയില്ല വെച്ചാൽ നമുക്ക് നിർത്താം എന്നുള്ളതിലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂ പാസ്സായപ്പോൾ പിന്നെ എന്നാൽ ഫൈനലും കൂടി നോക്കട്ടെ എന്നുള്ളതിലെത്തിയതാണ്. ഞാൻ ഒരു ഫൗണ്ടേഷൻ CPTക്ക് ചേർന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇതാണ് ഓഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാവുന്ന മെയിൻ പ്രൊഫഷനായിട്ട് വരുന്നത്, അതാണ് എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അത് CA എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ജോബ് എന്നുള്ളതിൽ തന്നെയാണ് ഞാൻ കയറിയത്. പക്ഷേ പിന്നെയാണ് ഓഡിറ്റിങ്ങിലേക്കാണ്, അക്കൗണ്ട്സ് അല്ല ഓഡിറ്റിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ അത് ഓഡിറ്റിംഗ് ഇഷ്ടമാണ്, അത് കാരണം തന്നെ കുറച്ച് എക്സൈറ്റ്മെൻറ്റും എങ്ങനെയാണ് മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാനുള്ളൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇഷ്ടമായിട്ട് തന്നെയാണ്. പിന്നെ അന്ന് നല്ല രസമാണ് ഓഡിറ്റിങ്, രസമാണ് ചെയ്യാന്നുള്ളൊരു. ഇൻ്ററിന് ഒരു പ്രാവശ്യമാണ് ഞാൻ ഫെയിലായിട്ടുള്ളൂ, സെക്കൻഡ് ഗ്രൂപ്പ്. അന്ന് എനിക്ക് അത്ര വിഷമം ഉണ്ടായിട്ടില്ല, കാരണം ഇനിയും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. ഫൈനലിൽ കുറേ പ്രാവശ്യം എഴുതി, ഫസ്റ്റ് ഗ്രൂപ്പ് കുറച്ച് പ്രാവശ്യം എഴുതി, പക്ഷേ പിന്നെയും പാസ്സാവണില്ല എന്ന് കണ്ടപ്പോൾ കുറച്ചൊരു അവസാനമൊക്കെ ആയപ്പോഴേക്കും നമുക്കൊന്ന് ഇത് ഈ ഗ്രൂപ്പ് മാറ്റി പിടിച്ച് നോക്കാം എന്നുള്ളതിലാണ് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് കടന്നത്. അന്ന് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ചെറിയൊരു വിഷമം, എന്താണ് ആദ്യത്തെ പ്രാവശ്യം ഒന്നും കുഴപ്പമുണ്ടായില്ല, ഐ വിൽ ക്ലിയർ ഇറ്റ് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒരു 3 അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ശരിയാവുന്നില്ലല്ലോ എന്നൊരു തോന്നൽ വന്നു. എന്നിട്ടാണ് ഞാൻ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്തത്, സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്തത്. ഞാൻ IDT ക്ലാസ് അൻവസാറിൻ്റെ ട്രിപ്പിളൈഡ് ആണ് അറ്റൻഡ് ചെയ്തത്. അത് നല്ലൊരു സപ്പോർട്ടായിരുന്നു ശരിക്കും. കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്നുള്ളതും ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതും ഒക്കെ പറഞ്ഞു തരാൻ അൻവസാറ് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ തന്നെയാണ് ഞാൻ പിന്നെ പ്രിപ്പറേഷൻ ചെയ്തത്. ഒരു ഇത് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. അതും എക്സാമിൻ്റെ സമയത്ത് എനിക്ക് കൂടുതൽ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അൻവസാറിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു IDT പഠിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റഡി മെറ്റീരിയൽ. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, കാരണം ബ്രീഫായിട്ട് കോംപ്രിഹെൻസീവ് മാനറിൽ തന്നെ നോട്ട്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പ്രീവിയസ് അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ സങ്കടം വന്ന പോലെയായിരുന്നു. മീൻസ് അത്രയും ഭയങ്കര ഹാപ്പിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാരണം തന്നെ അതിൻ്റെ ഒരു വാല്യൂ നല്ലതാണ്. ആ സമയത്ത് ആനന്ദാശ്രം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് നേരമായിരുന്നു ഒന്ന് സെറ്റായി വരാൻ, മനസ്സ് മൈൻഡൊക്കെ സെറ്റായി ഇതായിട്ട് വരാൻ. ഞാൻ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ട് അടുത്ത്. അമ്മ പറഞ്ഞു, ഞാൻ അമ്മോടും എല്ലാവരോടും പാസ്സാവില്ല, ഈ അറ്റംപ്റ്റ് എന്തായാലും പാസ്സാവില്ല, IBS എനിക്ക് നല്ല ടഫായിരുന്നു, ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്ന സമയമായിരുന്നു. പക്ഷേ IBSൽ 60 above മാർക്ക് കിട്ടി, 61-62 മാർക്കുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്നിട്ട് താഴെ പാസ് എന്നുള്ള 4 വേർഡ് കണ്ടപ്പോൾ കിട്ടിയോ സമാധാനം, സന്തോഷത്തിനേക്കാളും സമാധാനം കൊണ്ടുള്ള
ഇനി അത് പ്രിപ്പയർ ചെയ്യണ്ടല്ലോ, ഇനി അതിൻ്റെ പിന്നാലെ നിൽക്കണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനമായിരുന്നു കൂടുതൽ. പിന്നെ ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇമോഷണലായി. ആ ഒരു ഇത് മറികടക്കാൻ ഒരു അരമണിക്കൂർ വേണ്ടി വന്നു എനിക്ക്. ഫുള്ള് നോർമൽ ലെവൽ, ഞാൻ പാസ്സായി മൈൻഡിലൊക്കെ എത്താൻ. പിന്നെ ഞാൻ ഇവിടെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഉണ്ടായിരുന്നില്ലേ, അച്ഛനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. 4 മണിക്ക് 11 മണിക്ക് റിസൾട്ട് വന്നിട്ട് 4 മണിയായിട്ട് എനിക്ക് ഉറക്കം വരണില്ല. ഞാൻ അങ്ങോട്ട് തിരിയുക ഇങ്ങോട്ട് തിരിയുക ഒക്കെ കിടക്കുകയായിരുന്നു. അങ്ങനെ നല്ല ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ സാറിനെ പോയി കണ്ടു, എൻ്റെ പ്രിൻസിപ്പലിനെ കണ്ടു. ആൾക്ക് നല്ല സന്തോഷമായി. ആൾ എന്നിട്ട് ഈ കുട്ടിയെ പോലെ പഠിക്കണം, കണ്ടുപഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളും എന്നെ സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. ഇത് കഴിഞ്ഞാൽ ഞാൻ CA ക്വാളിഫൈ ചെയ്ത പ്രാക്ടീസ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് എംപ്ലോയ്മെൻറ്റിന് എനിക്ക് അത്ര താല്പര്യമില്ല. പാലക്കാട് ജില്ലയിൽ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ കൂടുതൽ ഉള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ ഓഫ്ലൈൻ ആളും ഓൺലൈനും കൂടുതൽ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ ഓഫ്ലൈനാണ് കൂടുതൽ നല്ലത്, ഓൺലൈൻ ഇതാണെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ കറക്റ്റായിട്ട് ട്രാക്കിലെത്തിയ പിന്നെ ഓൺലൈനായാലും ഓഫ്ലൈനായാലും എല്ലാം ഒരുപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും CA എന്നുള്ളത് ചെയ്യാൻ തീരുമാനിച്ചല്ലോ, മാക്സിമം അത് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എനിക്ക് തന്നെ, ഞാൻ ഒരുപാട് മാരേജ് കഴിഞ്ഞു, ചെറിയൊരു മോളുണ്ട്. ആ മോളെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഡിറ്റർമിനേഷൻ തന്നെയാണ് ആവശ്യം, സ്മാർട്ട് വർക്ക് തന്നെയാണ് ആവശ്യം. കുറേ സമയം ഇരുന്ന് പഠിക്കൊന്നും വേണ്ട, ഉള്ളത് കറക്റ്റായിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് പഠിച്ചാൽ മതി. അത്രേ വേണ്ടൂ, CA കിട്ടും.